അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഇവിടെയാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം. ഈ പള്ളി നിൽക്കുന്ന ഭാഗത്തായിരുന്നു അന്ന് ടെന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളും വന്നിട്ട് ഒരു ഭാഗത്ത് നല്ല സ്ഥലത്ത് ടെന്റ് കെട്ടി. ഒരു ടെന്റ് തലേ ദിവസം ബദറിന്റെ 16-ന്റെ അന്ന് ടെന്റ് കെട്ടി. അവര് നല്ല സ്ഥലം നോക്കിയിട്ടാണ് ടെന്റ് കെട്ടിയത്. അത് കഴിഞ്ഞ് ശത്രുക്കൾ വന്നിട്ട് അവർ അതിന്റെ മറ്റൊരു ഭാഗത്ത് ടെന്റ് കെട്ടി. അപ്പൊ കുറച്ച് ഉയരമുള്ള സ്ഥലമായിരുന്നു ഇവിടെയാണ് മുസ്ലിങ്ങൾ ടെന്റ് കെട്ടിയത്. കുറച്ച് താഴ്ന്ന സ്ഥലത്താണ് ശത്രുക്കൾ ടെന്റ് കെട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തെരഞ്ഞെടുത്ത സ്ഥലം വേറെ ആയിരുന്നു. അപ്പൊ ആ കൂട്ടത്തിലൊരു സഹാബി, ഈ നാട്ടിൽ നല്ലപോലെ പരിചയമുള്ള ഒരു അൻസാരി സഹാബി നബിയോട് ചോദിച്ചു, പ്രവാചകരെ, നിങ്ങൾ ഈ സ്ഥലം തെരഞ്ഞെടുത്തത് വഹീന്റെ അടിസ്ഥാനത്തിലാണോ അതല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്താണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയോട് അദ്ദേഹം പറഞ്ഞു, വഹിയാണെങ്കിൽ പിന്നെ അതിൽ ഞങ്ങൾക്ക് തർക്കമല്ല, പക്ഷെ ഞാൻ ഈ നാട്ടിലൂടെ എപ്പോഴും പോകുന്നത് കൊണ്ട് ഒന്നുകൂടെ സൗകര്യവും നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥലം കുറച്ചുകൂടെ അപ്പുറത്താന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലം കാണിച്ചു കൊടുത്തു. അതായിരുന്നു ഈ ഭാഗം. അങ്ങനെ ഇവിടെ ടെന്റ് കെട്ടി. രാത്രി കുറച്ച് ഉയരമുള്ള സ്ഥലമായിരുന്നു. ശത്രുക്കൾ ടെന്റ് കെട്ടി കുറച്ച് താഴ്ന്ന ഭാഗമായിരുന്നു. രാത്രി സമയത്തൊരു മഴ പെയ്തു. ഈ മഴ പെയ്തപ്പോൾ ഈ മുകളിലുള്ള വെള്ളമൊക്കെ താഴേക്ക് പോയി. അവിടെയൊക്കെ ചളിവിളി, അവർക്ക് കുറെ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ചരിത്രം നീണ്ടു കിടക്കുന്നതാണ്. അതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ മുസ്ലിങ്ങൾ ഇങ്ങനെ ടെന്റ് ഒരു തടയണ പോലെ കെട്ടിയിട്ട് ഹൗള് പോലെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ വെള്ളം ശേഖരിച്ച് നിറച്ചു വെച്ചു, യുദ്ധസമയത്തും മറ്റൊക്കെ ഉപയോഗിക്കാൻ. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഈ ടെന്റുകൾ ഞങ്ങൾ പൊട്ടിക്കും. ഈ ടെന്റുകൾ ശത്രുവാത്തുന്ന അവർ പറഞ്ഞു, ടെന്റ് ഞങ്ങൾ ഈ തടയണ പൊട്ടിച്ച് വെള്ളം ഞങ്ങൾ കളയെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു മാപ്പിളപ്പാട്ടൊക്കെ വന്നിരുന്നു. അത് നമുക്കറിയാം, ബോയ്കുട്ടി വേദിയുടെ ആവശ്യത്തില് വമ്പുറ്റ ഹംസ കേട്ടല്ലേ, വമ്പുറ്റ ഹംസ കേട്ടല്ലേ? അതെ. അപ്പോ ഹംസ റളിയല്ലാഹു ചാടിയിട്ട് അങ്ങനെ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ ധൈര്യമുള്ളവർ വരി കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പിന്മാറി. ഹംസ റളിയല്ലാഹുവിനൊക്കെ അത്രയും വലിയ മക്കയുടെ എല്ലാവരുടെയും പേടി സ്വപ്നങ്ങൾ രണ്ടാളുകളായിരുന്നു ശത്രുക്കളുടെ. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ പിന്മാറി. അങ്ങനെയാണ് ഇവിടെ പിറ്റേ ദിവസം യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ യുദ്ധം നടക്കുന്ന താഴ്വരയാണിത്. ഈ യുദ്ധം നടന്ന താഴ്വരയാണ് നമ്മൾ ഈ പിൻവശത്ത് കാണുന്നത്. ഇവിടെയാണ് ശക്തമായ യുദ്ധം നടന്നത്. അങ്ങനെ ഈ പരിക്ക് പറ്റിയവരൊക്കെ ഈ ഇവിടെ ടെന്റ് കെട്ടിയ ഭാഗത്താണ് കിടന്ന് കിടത്തിയതും അവരെ ട്രീറ്റ് ചെയ്തതും എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. ഇത് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ബദറുമായി ബന്ധപ്പെട്ട് ബസ്സും ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ യുദ്ധം ഈ ഭാഗത്ത് നടന്നു. മുസ്ലിങ്ങൾ വിജയിച്ചു. ഇന്നിപ്പോ ഈ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ അവരെ കൊണ്ടുപോയി കബറടക്കിയ സ്ഥലമാണ് അവിടെ. അതേപോലെ തന്നെ ശത്രുക്കളായിട്ടുള്ള 70ഓളം ആളുകളെയും അവിടെ ഒരു ഭാഗത്ത് വലിയ കുഴി കുഴിച്ചിട്ട് ഒന്നായിട്ടാണ് അവരെന്ത് ചെയ്തത്, മൂടിയത് എന്നത് അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അവർക്ക് പ്രത്യേകം ഒന്നിച്ചൊരു കുഴി ഇടിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് മൂടി. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല.